എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റിലൊരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതായത് നാളെ 18 ഡിസംബർ US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, അതായത് 25% ബേസിക് ഇൻട്രസ്റ്റ് കുറയ്ക്കും എന്നുള്ള, ബേസിക് പോയിൻ്റ് കുറയ്ക്കും എന്നുള്ളൊരു അഭ്യൂഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൂടുതൽ ഇത്രയും ഒരു വലിയ സെല്ലിംഗ് പ്രഷർ കണ്ടതും നിഫ്റ്റിയും സെൻസെക്സൊക്കെ ഇത്ര വലിയ ഒരു ഫാൾ സംഭവിച്ചത്. 350 പോയിന്റുകളാണ് നിഫ്റ്റിയൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് റിസർവ് ഫെഡ് യോഗത്തിൽ നാളെ പലിശ നിരക്ക് കുറയ്ക്കും, ഒരു 25% കുറയ്ക്കും എന്നുള്ള തീരുമാനം ആ യോഗത്തിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ വിപണിയിലേക്ക് പൈസ മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും അല്പം കൂടെ കുറയാനാണ് സാധ്യത. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. FIs എല്ലാം നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് 13 സെക്ടറുകളിൽ 11 ലോസിലാണ് ബുക്ക് ചെയ്തത്. IT, അതേപോലെ ഫിനാൻഷ്യൽ, ഓയിൽ, ഗ്യാസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും, ഈ ഷെയറുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ കാണാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും നമ്മുടെ സജഷനിൽ, അതായത് നമ്മൾ ഗ്രൂപ്പിൽ സജഷൻ ചെയ്യുന്നതനുസരിച്ച് ഇന്ന് നമുക്ക് പരാജയമാണ്. കാരണം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഹ്യൂജ് റാലി നടത്തി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം വളരെ വേദനാജനകമാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായിരുന്നാലും നമുക്ക് ഇന്നലെ കൊടുത്ത ട്രേഡുകളെല്ലാം തന്നെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വാച്ച് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ഇന്നൊരു നല്ല പ്രോഫിറ്റ് ആവാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് സാധ്യതയല്ല, നല്ല പ്രോഫിറ്റ് ആയിരിക്കും. നിഫ്റ്റിയിലും അതേപോലെ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ നമ്മൾ പോയിൻ്റ് കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ നോക്കൂ, 400 പോയിൻ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ, അതേപോലെ സെൻസെക്സിൽ 500 പോയിൻ്റ്, അതേപോലെ തന്നെ നിഫ്റ്റിയിലും അത്യാവശ്യം നല്ല പോയിൻ്റ്. ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും, അതായത് നമ്മുടെ ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബലഹീനത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ റെഡ് ആണെങ്കിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോ റെഡ് ആണെങ്കിൽ അത് റിക്കവർ ആവും പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോൾ ഒരു 100 പോയിൻ്റൊക്കെ ഡൗൺ ആയാലും അത് ഇനി റിക്കവർ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കും. എന്നാൽ ഗ്രീൻ കണ്ടാലോ, അയ്യോ കിട്ടിയത് പോകുമോ എന്ന് വിചാരിച്ചിട്ട് വേഗം ബുക്ക് ചെയ്യും. ഇത് നമ്മുടെ ഒരു ബലഹീനതയാണ്. അത് എല്ലാവരും, അതായത് നമ്മുടെ ട്രേഡർമാരിലൊരു 90% ആളുകളും അങ്ങനെയാണ്. ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് കിട്ടിയത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, ആ ഒരു ഭയം കാരണം കൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യും. അതേസമയം റെഡ് ആണെങ്കിൽ റിക്കവർ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്ത് ഉള്ള ലോസ് എല്ലാം സംഭവിക്കുകയും ചെയ്യും. 140 പോയിൻറ്റോളം നിഫ്റ്റിയിൽ ചെറിയൊരു പോയിൻ്റ് ആക്കിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഇതൊരു ലോങ് ക്യാൻഡിലാണ്. ഏകദേശം എത്രയെന്ന് വെച്ചാൽ നോക്കൂ, 80 പോയിൻറ്റോളം ഇതിൽ തന്നെ പോയിട്ടുണ്ട്. 80 പോയിൻറ്റോളം ഇതിൽ പോയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്നും എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇതാണ്ടോ ഈ ഒരു ക്യാൻഡിൽ റെഡായ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് 130 പോയിൻറ്റിന് റാലി തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഏതായിരുന്നാലും അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. ഇനി നമുക്ക് നാളെ എങ്ങനെയെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വാച്ച് ചെയ്തിട്ട് ഇതുപോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാസം ഫസ്റ്റ് വീക്കിൽ 3 ഡേ 2 ഡേ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. സെക്കൻഡ് വീക്കിലും 3 ഡേ പ്രോഫിറ്റ്, 2 ഡേ നമുക്ക് ലഭിച്ചിട്ടില്ല. തേർഡ് വീക്കിൽ നമുക്ക് 1 ഡേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. സെക്കൻഡ് വീക്കിലും 1 ഡേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ തേർഡ് വീക്കിൽ നമുക്ക് 2 ഡേ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം 8 ദിവസത്തോളം നമുക്ക് പ്രോഫിറ്റും 2 ദിവസത്തോളം സ്റ്റോപ്പ് ലോസും, ബാക്കിയുള്ള ദിവസം നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഈ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ട്രേഡ് ചെയ്യുന്ന നമ്മളുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും നാളെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ട്രേഡ് എടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ട്രിപ്പിൾ ബോട്ടം ഫോം ആയിട്ടുണ്ട്. ഈ ട്രിപ്പിൾ ബോട്ടം ഫോം ആയതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും താഴത്തേക്ക് വരാം. അതേസമയം ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ച് മുകളിലേക്കും പോകാം. എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് തന്നെ പോകാം. ഏതായിരുന്നാലും നാളത്തെ US ഫെഡ് റിസർവ് മീറ്റിംഗ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ. അപ്പോൾ നമ്മൾ ഇത് നോട്ട് ചെയ്യണം. 24,281 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് താഴെ വെക്കുന്നതായിരിക്കും 1 അവർ ടൈം ഫ്രെയിമിൽ ഏറ്റവും നല്ലത്. ഇതിന് താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാതെ ഡൗൺ സൈഡിലേക്ക്. ഓക്കെ, 24,170 താഴെ അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിൽ നിന്ന് മുകളിലേക്ക് പോകാൻ സാധിക്കും. 24,575 മുകളിൽ അപ്പ് സൈഡിലേക്കും 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുക്കാം.
അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 24,290 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഡേഞ്ചറാണ്. നമുക്ക് ഇതിന് താഴെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഈ ഒരു സിംഗിൾ നിന്ന് 24,250 താഴെ 5 മിനിറ്റ്സിലും നിഫ്റ്റിയിൽ എടുത്തു വരാം. ഡൗൺ സൈഡിലേക്കാകുമ്പോൾ അപ്പ് സൈഡിലേക്ക് 24,500 മുകളിൽ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ 1 അവറിലേക്ക് വരുമ്പോൾ നമുക്ക് നിഫ്റ്റിയിലെ പോലെ തന്നെയാണ് നമുക്കൊരു ട്രിപ്പിൾ ബോട്ടം. ഇതിൽ ട്രിപ്പിൾ ബോട്ടം ഫോം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോട്ടം ഫോം ആവാനുള്ള സാധ്യത, അതായത് ഈ ഒരു സിംഗിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ബോട്ടത്തിന് അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഇതിന് താഴെ ആയിരിക്കും ബെറ്റർ. 52,290 താഴെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് എൻട്രി എടുത്ത് വരാം. അപ്പ് സൈഡിലേക്ക് ഈ ഒരു സിംഗിൽ നിന്നും 53,380 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ വാച്ച് ചെയ്യാം. അതുതന്നെ നമ്മൾ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു സിംഗിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. 52,510 താഴെ 5 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്കും 53,040 മുകളിൽ അപ്പ് സൈഡിലേക്കും 5 മിനിറ്റ്സിൽ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഇതിലും ട്രിപ്പിൾ ബോട്ടം. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഇതിലൊരു മേജർ സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നാളെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമോ ഇല്ല താഴത്തേക്ക് തന്നെ തിരിച്ച് വരുമോ എന്നുള്ളത് നോക്കണം. ഇതൊരു സപ്പോർട്ടാണ്. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതായിരിക്കും ഉചിതം. ഇതിന് താഴെ 80,080 താഴെ എൻട്രി എടുത്ത് വരാം 1 അവർ ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ. അത് തന്നെ അപ്പ് സൈഡിലേക്കാണെങ്കിൽ 81,280 മുകളിലും 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 80,440 താഴെ 5 മിനിറ്റ്സിൽ സെൻസെക്സിൽ എൻട്രി എടുത്ത് തരാം. നിങ്ങളെ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് എടുത്ത് പോകരുത്. അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തന്നെയാണ് നമുക്ക് പ്രോഫിറ്റോട് കൂടിയിട്ട് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പ് സൈഡിലേക്ക് 81,050 മുകളിൽ. ഇനി ഏതായിരുന്നാലും താഴത്തേക്ക് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് എടുക്കരുത്. ഏത് 5 മിനിറ്റ്സ് ക്യാൻഡിലാണെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ റീടെസ്റ്റ് നടത്തുന്നുണ്ടോ നോക്കണം. റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് 50, 80, 100 എന്നിങ്ങനെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിലും ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക, മാറിപ്പോകരുത്. നല്ല സമയം വരുമ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.